നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 നിങ്ങൾ പുതുവർഷത്തിലേക്ക് ചുവട് വെച്ച് കടന്നു കഴിഞ്ഞു. ഈ ഒരു വർഷം ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ 2026 വരവേറ്റിരിക്കുന്നത്. മെയിനായിട്ടും PSC പരീക്ഷ തന്നെയാണ്. PSC ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും 10th ലെവൽ ആയാലും കമ്പനി LGS ആയാലും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നു. അതൊന്ന് പഠിച്ച് നേടിയാ മതി 2026 ആ ഒരു ലക്ഷ്യത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾക്ക് തന്നെ കൊടുത്ത ആ ഒരു വാക്കിന്മേലാണ് നിങ്ങൾ 2026 സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ജനുവരി 1 തൊട്ട് തന്നെ നിങ്ങൾ ആ വാക്ക് പാലിക്കുന്നും ഉണ്ടായിരിക്കാം. ആ ഒരു വാക്ക് നിങ്ങൾക്ക് തന്നെ കൊടുത്ത വാക്ക് 2026 ത്രൂ ഔട്ട് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും 5ഓ 6ഓ ജോലികൾ 2026 തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ബാച്ച് കോഴ്സിലെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അവരുടെ എല്ലാ സംശയവും ഞാൻ നമ്മുടെ ആപ്പ് വഴി തന്നെ തീർത്തു കൊടുക്കാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഇത് ത്രൂ ഔട്ട് ആ ഒരു സ്പിരിറ്റ് എനിക്ക് നിലനിർത്തണം എന്നുണ്ട്. അവർ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പൊ ക്ലിയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെ. അവരെ മെന്റർ ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന ചിന്ത നമ്മുടെ ആപ്പിൽ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആ ഒരു ചിന്ത വളർത്തിയെടുക്കുക. ഒരാഴ്ച പഠിച്ചു, വീണ്ടും ഞാൻ ഡൗൺ ആയി പോയി, പിന്നെ എനിക്ക് പഠിക്കാനുള്ള മനസ്സിൽ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു വന്നു. അത് പാടില്ല. ലക്ഷ്യബോധം കൃത്യമായ ലക്ഷ്യബോധം അലസത ഇല്ലാതാക്കും. കാര്യങ്ങൾ നീട്ടി വെക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി ഇല്ലാതാക്കും. അപ്പൊ കൃത്യമായ ലക്ഷ്യബോധം നിങ്ങളിൽ ഉണ്ടാവണം. അലസത പാടില്ല. കാര്യങ്ങൾ നീട്ടി വെക്കാനുള്ള ആ ഒരു ടെൻഡൻസി പാടില്ല. ഓക്കെ, ചുറ്റും നെഗറ്റിവിറ്റി ആണ്, അത് നിങ്ങൾ പോസിറ്റിവിറ്റി കണ്ടെത്തണം. ആൾക്കാർ നെഗറ്റീവ് പറയും. PSC പരീക്ഷയല്ലേ, ജോലി കിട്ടുവോ, നീണ്ടു പോകത്തില്ലേ, സമയം നീണ്ടു പോകത്തില്ലേ. അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം എന്താ? ആർക്കും ജോലി കിട്ടിയിട്ടില്ലേ? PSC പരീക്ഷ എഴുതി ആർക്കും ജോലി കിട്ടിയിട്ടില്ലേ? ജോലി കിട്ടാതെയാണോ ഇവരൊക്കെ ആ സീറ്റ് ഇരിക്കുന്നത്? നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയി നോക്ക്, എത്ര കുട്ടികളാണ്, ചെറുപ്പക്കാരായ എത്ര ആൾക്കാരാണ് ജോലിയിൽ കയറിയിരിക്കുന്നത്? അവരൊന്നും പഠിച്ചിട്ടല്ലേ? അവർക്കൊന്നും PSC ജോലി കൊടുക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറയുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക, അത് പറയുക. അങ്ങനെയുള്ള ആൾക്കാരോട് കൂട്ടുകൂടുക. ഈ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർ, എപ്പോഴും കാണുമ്പോൾ ഒരു സങ്കടം പറയുന്ന ആൾക്കാര്, എനിക്ക് കിട്ടിയില്ലടി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലടാ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കുക. ഞാൻ നേടിയെടുക്കും എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ കൂട്ടുകൂട്. പോസിറ്റിവിറ്റി ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കും, നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അപ്പൊ ഈ 2026 സേ നോ ടു നെഗറ്റീവ് എന്നൊരു മോട്ടോ നിങ്ങൾ വെക്കുക. ഓക്കെ, റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക. കമ്പൈൻ സ്റ്റഡിക്കാണെങ്കിൽ നല്ല ആൾക്കാരെ, നെഗറ്റീവ് ഒന്നും പറയാത്ത ആൾക്കാരെ, പഠിത്തം മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് മൈൻഡ് ഡൗൺ ആയി പോയാൽ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ കുട്ടിയാണ് നിങ്ങളെങ്കിൽ എന്നോട് ഡയറക്ട്ലി വന്ന് ചോദിക്കൂ. ആപ്പിൽ തന്നെ ഡയറക്ട്ലി ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. എന്നോട് ഡയറക്ട്ലി വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ, ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരാം. എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട്, മാക്സിമം സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് നൽകാം. 2026 നിങ്ങളൊരു സുവർണ വർഷമാക്കി മാറ്റുക. ഞാൻ എപ്പോഴും പറയുന്ന 3 കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ലക്ഷ്യബോധം, ആസൂത്രണം, പ്രവർത്തനം. ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നോ, നിങ്ങൾ ആ ഗോള് നേടിയെടുക്കും. 5ഓ 6ഓ ജോലി നേടിയെടുക്കാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഫുൾ സപ്പോർട്ടിന് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പിൽ നാളെ ഐശ്വര്യമായിട്ട് വിവിധ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. VFA, BEFCO, LD, CPO, WCPO, ഫയർമാൻ മുതലായ പുതിയ ബാച്ച് കോഴ്സുകൾ ആപ്പിൽ നാളെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. നന്നായിട്ട് പഠിക്കാം, ലക്ഷ്യം നേടി മുന്നേറാം. ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റോട് കൂടി 2026 വർഷം നമുക്ക് കിടിലമായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.